നമസ്കാരം എല്ലാവർക്കും കേട്ടോ. അപ്പോൾ നമ്മളിതാ സിക്കിമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ 21ാമത്തെ സംസ്ഥാനമായിട്ടുള്ള സിക്കിമിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ദാർജിലിംഗിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു കേട്ടോ. ഇതൊരു ടീ എസ്റ്റേറ്റ് ആണ്. പോകുന്ന വഴിയൊക്കെ നല്ല ടീ എസ്റ്റേറ്റുകൾ അടിപൊളി വ്യൂ ആണ് കാണാനില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ ഇവിടെയാണ് കിടന്ന് ഉറങ്ങിയത് കേട്ടോ. രാത്രി ജസ്റ്റ് ഒന്ന് വന്നു. നല്ല ഹെയർ പിൻ വളവുകളൊക്കെയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ റിസ്ക് എടുക്കാനൊന്നുമില്ല. വിസിബിലിറ്റി എല്ലാം ഭയങ്കര കുറവായിരുന്നു. അത്യാവശ്യം കോടയൊക്കെയുള്ള സ്ഥലമാണ്, അതുകൊണ്ട് പിന്നെ ഇവിടെ കിടന്നുറങ്ങി. നമ്മളിപ്പോൾ ഉള്ളത് തുക്കുവാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ. ഇത് എന്ന് പറയുന്നത് ഒരു ടീ എസ്റ്റേറ്റ് ആണ്. ബേസിക്കലി നമ്മൾ പോകുന്ന വഴി ഫുള്ള് ടീ എസ്റ്റേറ്റ് ആണ്. ഒരു എസ്റ്റേറ്റ് വരാനുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇനി സിക്കിമിലെ കുറച്ച് കാഴ്ചകളായിരിക്കും വരാൻ പോകുന്നത്. സിക്കിമിൽ കുറച്ച് അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലാൻഡ് സ്ലൈഡിങ്ങും എല്ലാം ഉണ്ട്. നമുക്ക് നോക്കി പോകട്ടോ. നമുക്ക് എന്താ പറയുക, നമ്മൾ ഒരു മാസത്തേനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ എന്തായാലും കരുതിയിട്ടുണ്ട്. അതിപ്പോൾ എവിടെയെങ്കിലും ഒരു 5-6 ദിവസം കിടക്കേണ്ട വന്നാലും കുഴപ്പമില്ല. അതിനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. എന്തായാലും നോക്കാം. മഴ ഇപ്പോൾ ഇവിടെ ഒന്നും പെയ്യുന്നില്ല. സിക്കിം നോർത്ത് പാട്ടൊക്കെ അത്യാവശ്യം മഴയുണ്ടെന്നാണ് കേട്ടത്. എന്തായാലും പോയി നോക്കാം. അണ്ണൻ ഇതാ ഏകാന്തതയിലേക്ക് കണ്ണും നട്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഗ്രാമങ്ങളെ കാഴ്ചകൾ പോകുന്ന വഴിയിലൊക്കെ ഇഷ്ടംപോലെ കാണാനുണ്ട് കേട്ടോ. നല്ല രസമാണ്. നമ്മുടെ ആ ഒരു മലയും കോടം മൂടി കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെയുള്ള വില്ലേജ്. നമ്മൾ സിക്കിമിലേക്ക് പോയിക്കൊണ്ട് കേട്ടോ. പോകുന്ന വഴിയെല്ലാം നല്ല എന്താണ്, ഭയങ്കര ഹെയർ പിൻസ് ആണ്. ഞാൻ മെല്ലെ ഗിയറിലിട്ട് ഇറക്കാം കേട്ടോ. ഭയങ്കര ഹെയർ പിൻസ്. അതായത് ഇന്നലെ രാത്രി തുടങ്ങിയതാണ്, ഇനിയും തീർന്നില്ല. അതിനും മാത്രം ഉണ്ട്. ഇല്ലെങ്കിൽ ബ്രേക്ക് ചൂടായിട്ട് പിന്നെ വെറുതെ ചൊരയാണല്ലോ വെച്ചിട്ട് ഞാനിങ്ങനെ ഗിയറിൽ പയ്യെ പോകട്ടോ. അതാണ് ബെസ്റ്റ്. വണ്ടി കുറച്ച് അലറുന്നില്ല, കുഴപ്പമൊന്നുമില്ല. ഇഷ്ടംപോലെ ടീ എസ്റ്റേറ്റ് ആണ്. ഒരു ടീ എസ്റ്റേറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ടീ എസ്റ്റേറ്റ് എത്തി. അങ്ങനെ നമ്മൾ സിക്കിം വെസ്റ്റ് ബംഗാൾ ബോർഡറിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഫുള്ള് കാട് പോലത്തെ പ്രദേശം കേട്ടോ. ഇതൊക്കെ ഏതോ ഉൾഗ്രാമങ്ങളാട്ടോ. റോഡ് എന്നൊക്കെ പറയുന്നത് വളരെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്. അവിടെയൊക്കെ കുറച്ച് വണ്ടിയൊക്കെ കാണാം, അത്രയേ ഉള്ളൂ. വലിയ പിന്നെ എന്താ ടൗൺ ഏരിയയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമൊന്നുമല്ല. ഇനി നമുക്ക് കുറച്ചപ്പുറത്തൂടെ പോയി കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജ് വരും. ആ ബ്രിഡ്ജ് കയറി കഴിഞ്ഞാലാണ് ശരിക്കും സിക്കിമിൻ്റെ പാട്ട് എന്ന് പറയുന്നത്. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു പുഴയാണ് നമ്മുടെ ബോർഡർ കേട്ടോ. അതായത് നമ്മളിപ്പോൾ നേരെ കയറിക്കൊണ്ടിരിക്കുന്നത് സിക്കിമിലേക്കാണ്. ഇതൊരു തൂക്കുപാലം കേട്ടോ. ഒരു വണ്ടി അറ്റ് എ ടൈം പോകാൻ പറ്റുന്നൊരു തൂക്കുപാലം. വണ്ടി പോകുന്ന സമയത്ത് ഇതിങ്ങനെ കിടന്ന് വലയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫീലാവുമെന്ന് അറിയില്ല. വണ്ടി ഓടിക്കുമ്പോൾ ശരിക്കും ഫീലാകും കേട്ടോ. രമ്മം ചെക്ക് പോസ്റ്റ് എന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇതിലെ മറ്റേ ലോഡ് വണ്ടിയൊന്നും വിടൂല, പാസഞ്ചേഴ്സ് വണ്ടി മാത്രമേ വിടൂ കേട്ടോ. കാരണം വളരെ വീക്കായിട്ടുള്ളൊരു പാലാണ്. അങ്ങനെ ഒടുവിൽ ഇതാ ചെക്ക് പോസ്റ്റിലെ പരിപാടിയൊക്കെ കഴിഞ്ഞതാ വെൽക്കം ടു സിക്കിം. നമ്മുടെ ബോർഡ് നമുക്ക് കാണാൻ പറ്റും. വണ്ടിയൊക്കെ അവിടെയുണ്ട്. നമ്മൾ ജസ്റ്റ് സിക്കിം കയറി കേട്ടാ. സിക്കിം ഇപ്പോൾ ബോർഡർ കയറിയേ ഉള്ളൂ. അടിപൊളി പോലീസുകാർ കേട്ടോ, ഒന്നും പറയാനില്ല. എന്താ പറയാനില്ലെങ്കിൽ അടിപൊളിയല്ലേ അവരെ പെരുമാറ്റം എന്നെല്ലാം പറഞ്ഞാൽ. അടിപൊളി, ഒന്നും പറയണ്ട. അവർ ഇത്രയും ദൂരത്തുനിന്ന് വരുന്നതെല്ലാം പറയുമ്പോൾ നമ്മൾ അത്ര റെസ്പെക്റ്റോട് കൂടിയാണെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കാണേണ്ട സ്ഥലങ്ങളും ട്രൈ ചെയ്യേണ്ട ഫുഡും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നിട്ടാ വിട്ടേട്ടാ. നല്ല അടിപൊളി പോലീസുകാരാണ്. അതെനിക്കിപ്പോൾ ഈ നോർത്ത് സൈഡിലെല്ലാം അങ്ങനെയാണ് കിട്ടിയത്. ദാർജിലിംഗ് ആയാലും ഇവിടെ ആയാലും. വെസ്റ്റ് ബംഗാളിൽ കൊൽക്കത്തയിലൊക്കെ ഭയങ്കര ചെക്കിങ് ആയിരുന്നു. പക്ഷെ അവർ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ വിടും കേട്ടോ, അത്രയേ ഉള്ളൂ. വളരെ അടിപൊളി. നമ്മുടെ നാട്ടിലെ പോലെ എന്താ പറയുക, അത്ര എന്താ പറയുക മോശമായി പെരുമാറുന്ന ടീമുകൾ വളരെ കുറവ്. ഇവിടെ എല്ലാവരും ഭയങ്കര കമ്പനിയാണ്.
Turn left onto Namchi, Naya Bazar Road, Namchi, Wak, Sikkim. നമ്മളെ സിക്കിമിലല്ല കേട്ടോ, സിക്കിമിൽ നിന്ന് നംചിയിലേക്ക് പോകുന്ന വഴിക്കതാ 2 പിള്ളമാരെ കിട്ടിയുണ്ട്. നമുക്ക് ഒരു ലിഫ്റ്റ് കൊടുത്ത കേട്ടാ. അപ്പൊ പിന്നെ നമ്മളിങ്ങനെയുള്ള ആൾക്കാർക്കാണല്ലോ ലിഫ്റ്റ് കൊടുക്കേണ്ടത്. 2 പിള്ളമാർ അവിടെ ക്ലാസ്സിന് പോകുന്നതാണ്. അപ്പൊ പിന്നെ അവർക്ക് ലിഫ്റ്റ് കൊടുത്ത് നമ്മളിങ്ങനെ പോവാണ്. അവിടെ വണ്ടിയെല്ലാം കുറവാണ്, ബസ് സർവീസ് എല്ലാം കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ലിഫ്റ്റ് എല്ലാം കൊടുത്ത് ഇങ്ങനെ അവരോട് വർത്താനം പറഞ്ഞ് പോവാണ്. പിള്ളേർക്ക് ഭയങ്കര നാണ കേട്ടോ, ഭയങ്കര ശരിയാണ്. നല്ല വെള്ളമല്ലോ, കുടിക്കാനെടുക്കണ്ട. നമ്മള് നംചിയിലേക്ക് പോയിക്കോട്ടെ കേട്ടോ. നംചി ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ളു. നംചിന്ന് പിന്നെ അങ്ങോട്ട് കുറച്ച് ഓഫ് റോഡിങ് ആകാന്നാണ് പിള്ളേർ പറഞ്ഞത്. നോക്കാം. പക്ഷെ നല്ല തണുത്ത കാലാവസ്ഥയാന്ന് പറഞ്ഞത്. നമുക്ക് ക്യാമ്പെല്ലാം ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയാണെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ നംചി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയുണ്ട്. ഇവിടുന്ന് റൈറ്റിലേക്കാണ് നമ്മളൊരു ലൊക്കേഷൻ കേട്ടോ. നമ്മളൊരു ഫ്രണ്ടാണ്, ആളുടെ വീട്ടിലേക്കാണ് പോകേണ്ടത്. പിന്നെ എന്തായാലും പോയി നോക്കാം. നംചി കഴിഞ്ഞേ ഉള്ളൂ. ഫുള്ള് കോട തുടങ്ങി കേട്ടോ. ഇനി അങ്ങോട്ടുള്ള റോഡെല്ലാം എങ്ങനെയാണ്? അത്യാവശ്യം കോട നിറഞ്ഞ റോഡാണ്, ചുരങ്ങളാണ്. എന്തായാലും കൊള്ളാം, നല്ല സ്ഥലം കേട്ടോ. സിക്കിം എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്ലൈമറ്റ് അടിപൊളി. നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ സെയിം ഒരു ക്ലൈമറ്റാണ്. നല്ല രസമുണ്ട്. നമ്മളിപ്പോൾ നംചിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് മുമ്പിലേക്ക് വന്ന കേട്ടോ. ഇവിടെ റോക്ക് ഗാർഡൻ എന്നെല്ലാം പറഞ്ഞിട്ടൊരു ബോർഡ് ഉണ്ട്. ജസ്റ്റ് എന്താണെന്നൊന്നും അറിയില്ല. എൻട്രി ഫീ ടിക്കറ്റ് ഒന്നും കാണുന്നില്ല. ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാണ്ട് കിടക്കുന്ന സ്ഥലം കേട്ടോ. കണ്ടിട്ട് മറ്റേ പ്രേതാലയത്തിലേക്കെല്ലാം എൻട്രി വരെ ഉണ്ട്. പാമ്പിൻ്റെ സാധനം കാണുന്നുണ്ട്. കണ്ടിട്ട് പാമ്പെല്ലാം ഉണ്ടാകുന്ന തോന്നുന്നു. അമ്മാതിരി സ്ഥലം തീരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ഇറങ്ങിപ്പോകാൻ വഴിയെല്ലാം ഉണ്ട്. ബട്ട് ഒരു വ്യൂ കിട്ടുമെന്ന് അറിയില്ല. വാച്ച് ടവറെല്ലാം കാണുന്നുണ്ട്. 2005 ഉദ്ഘാടനം ചെയ്ത സാധനം കേട്ടോ. ഗ്രാമങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അവിടെ. റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല കേട്ടോ. ഇത് വഴിയെല്ലാം കാണുന്നുണ്ട് ആവട്ടെ, പക്ഷെ ഒന്നും കാണാനില്ല. അപ്പോൾ ഇത് അടച്ചും തോന്നും കേട്ടോ. 2005 ഇനോഗ്രേറ്റ് ചെയ്താന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നമ്മളെ നാട്ടിലെ എല്ലാ പദ്ധതികളും പോലെ തന്നെ തുടങ്ങി വെച്ചതേ ഇല്ലെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം നശിച്ച് കിടക്കും കേട്ടോ. ഒരു കാര്യമില്ല. ഇത് ജസ്റ്റ് ഒരു വാച്ച് ടവറാണ്. ഇവിടെ ആളുകളൊന്നും വരാറുണ്ടെന്ന് തോന്നുന്നില്ല. വ്യൂ കിട്ടുമായിരിക്കും. താഴെ കുറച്ച് മലകളൊക്കെ ഉണ്ട്, പക്ഷെ നല്ല കോട മൂടി കിടക്കും. ഒന്നും കാണാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല. നമ്മളെന്തായാലും പോകുന്ന നല്ല നല്ല വ്യൂകൾ കാണാനുള്ള സ്ഥലത്തേക്കാണ്. എന്തായാലും പോയി നോക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഇവിടെ ഒന്നും കാര്യമായിട്ട് കാണാനൊന്നുമില്ല കേട്ടോ. തിരിച്ചു പോകുന്ന വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇനി ഒരു 22 കിലോമീറ്റർ കൊണ്ട് പോകാനുണ്ട് നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക്. അങ്ങനെ ഇതാ നമ്മൾ സിക്കിമിലെത്തിയിട്ടുണ്ട് കേട്ടോ. സിക്കിമിലെത്തിയിട്ട് ഇവിടെ നംചി കഴിഞ്ഞ് നമ്മൾ ലൊക്കേഷൻ പിടിക്കാന്ന്. അടിപൊളി കേട്ടോ. നല്ല അക്കിടിലും ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇവിടെ. സിക്കിമിൽ നിന്നുള്ള ഹിമാലയത്തിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളി കേട്ടോ. വലിയ പൊല്യൂഷനോ കാര്യമോ കച്ചറയോ ഒന്നും ഇല്ലാത്തൊരു നല്ല സ്ഥലം കേട്ടോ. അപ്പോൾ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക് കാര്യമൊന്നും വലിച്ചെറിയരുത് അങ്ങനെ ഇങ്ങനെയല്ലോ. അടിപൊളി കേട്ടോ. പിന്നെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു വലിയ പൈസ ചിലവില്ലാണ്ട് നമുക്ക് കാണാൻ പറ്റിയൊരു സ്ഥലമാണ് സിക്കിം. എന്തായാലും നമുക്ക് സിക്കിമിലെ കാഴ്ചകളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാം കേട്ടോ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന രവംഗ്ല എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്ക് കേട്ടോ. ചെറിയൊരു വില്ലേജാണ്. അപ്പോൾ അവിടെ നല്ല അത്യാവശ്യം നല്ല ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ രവംഗ്ലയിൽ കുറച്ച് 2 ദിവസം നിന്നിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ വലിയ പ്ലാനിങ് ഒന്നുമില്ല, പ്ലാനിങ് ഇല്ലാത്ത യാത്രയാണ് നമ്മളത്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. അവിടെ ഞാൻ ഇവിടുന്ന് വെസ്റ്റ് ബംഗാളിൽ ഒരു ടാക്സി ഡ്രൈവറെ പരിചയപ്പെട്ട. അപ്പോൾ ആള് സജസ്റ്റ് ചെയ്ത ഒരു സ്ഥലമാണ്, ആളുടെ സ്ഥലമാണത്. അപ്പോൾ ജസ്റ്റ് പോയി ആളെയൊക്കെ കണ്ട് 2 ദിവസം അവിടെ തന്നെ എത്തി വരാമെന്ന് വിചാരിച്ചേട്ടാ. അത്രയേ ഉള്ളൂ. എന്തായാലും പോയി നോക്കാം.
നല്ല സ്ഥലമാട്ടോ സിക്കിം. പോലീസുകാരെല്ലാം വളരെ വളരെ ഫ്രണ്ട്ലിയാണ്. ഇടിലും ക്ലൈമറ്റ് ആട്ടാ, ഫുള്ള് നല്ല കോടയും നല്ല അടിപൊളി, നല്ല രസമുണ്ട്, സ്ഥല രസമുണ്ട്. ആ താഴെ പിള്ളന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തണുപ്പുണ്ട്. നല്ല റോഡുമാണ് കേട്ടോ, നല്ല രസമാണ് കാണാൻ, പച്ചപ്പും. ഫുൾ കോടമഞ്ഞിൽ പുതഞ്ഞ സിക്കിം. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ജാബൂരി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇനി കുറച്ചും കൂടെ ഉള്ളു, നമുക്ക് 10-16 കിലോമീറ്റർ കൂടെ പോയാൽ നമ്മുടെ ലൊക്കേഷൻ എത്തി. അവിടെ നല്ല മൊണാസ്ട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പോയി നോക്കാം. ഗൂഗിള് കണ്ടാണ്, ഞാൻ എത്തും മൊണാസ്ട്രി ഇല്ലെന്നൊന്നും അറിയില്ല, ഉണ്ട് തോന്നുന്നു. എന്തായാലും പോയി നോക്കണേ തന്നെ. നല്ലൊരു അടിപൊളി ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ലൈറ്റ് മഴയും അതുപോലെ അത്യാവശ്യം നല്ല തണുപ്പും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കോടയൊക്കെ ആയിട്ട് നല്ലൊരു യാത്രയാണ്. അടിപൊളി സ്ഥലം, ചെറിയൊരു വില്ലേജ് കേട്ടോ, അധികം വണ്ടികളോ കാര്യങ്ങളോ തിരക്കുകളോ ഒന്നും ഇല്ലാത്തൊരു അടിപൊളി വില്ലേജ്. അങ്ങനെ നമ്മളിതാ റാംബോം എന്ന സ്ഥലത്ത് കേട്ടോ, ഇംഗ്ലീഷ് വാർത്തൻ്റെ പേര് പറയുന്നുണ്ട്. 2100 മീറ്റർ അടി മുകളിലുള്ളത് റാംബോം. ഇനി നമുക്കൊരു 1.5 കിലോമീറ്ററും കൂടെ പോയാൽ നമ്മൾ വില്ലേജ് എത്തി. ഇവിടെ നല്ലൊരു മൊണാസ്ട്രിയെല്ലാം കാണാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രാവംഗ്ലി എത്തി കേട്ടോ. രാവംഗ്ലി എന്ന് പറഞ്ഞത് പക്ക ഒരു ബുദ്ധിസ്റ്റ് കേന്ദ്രമാണ്. നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. In 200 meters, turn left onto National Highway 510. ഓക്കെ, സെറ്റ്. അങ്ങനെ നമ്മളിതാ നമ്മളെ സുഹൃത്തിനെ കണ്ടുമുട്ടിയേട്ടാ. മുമ്പിൽ പോകുന്ന ടാക്സിയാണ്, ഷെറിങ്ങിന് പേര് കേട്ടോ. അപ്പോൾ ആളെ കണ്ടുമുട്ടി, ആളുടെ നാടാണിത്. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ ആള്. നമ്മളിങ്ങനെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓരോ ആൾക്കാരെ മീറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മളെ യാത്രയിൽ എപ്പോൾ നമുക്ക് നല്ല സൗകര്യങ്ങൾ കിട്ടാറ് കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റേ അടിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം ആൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുടെ കൂടെ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോവുമായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ഹെലിപ്പാഡാണ് ആക്ച്വലി. ഹെലിപ്പാഡ് അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല, പക്ഷേ ഒരു നല്ല ഏരിയ ആണ് കേട്ടോ, നമുക്ക് ക്യാമ്പ് ചെയ്യാനൊക്കെ. അപ്പോൾ ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അവിടെ 2 ദിവസം സ്റ്റേ ചെയ്യാം, വർക്കൊക്കെ ഫിനിഷ് ആക്കാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോസിലൊക്കെ കാണാം കേട്ടോ, രാവംഗ്ലിയിലെ കാഴ്ചകളായിട്ട്. പിന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.